ഞങ്ങളുടെ ഈ ശബ്ദപരിധിയിൽ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ കടാതിയിൽ നിവാസികൾക്ക് ഞങ്ങളുടെ സന്ധ്യാവന്ദനം കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ അറിയിക്കുന്നു. വളരെ മനോഹരമായ രണ്ട് ഗാനങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിപ്പാനായിട്ട് കഴിഞ്ഞു. ആ ഗാനങ്ങളുടെ സത്തയും ഇതിവൃത്തവും നിങ്ങളുടെ ചിന്തകളിൽ ഉണ്ട് എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് കരുതുകയാണ്. ഇന്നിന്റെ കേരളം വളരെ മോശമായ ഭീതി ജനിപ്പിക്കുന്നതായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഉള്ളത്. നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ യൗവനക്കാരും ഒക്കെ അറിഞ്ഞോ അറിയാതെയോ വഴുതി വീണുകൊണ്ട് ഏറ്റവും അശുദ്ധമായ ഒരു ജീവിതമാർഗം തിരഞ്ഞെടുക്കുന്ന ഒരു കാലഘട്ടമാണ്. മദ്യം അതിന് പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യം അതിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. മയക്കുമരുന്ന് അതുപോലെ തന്നെ മനുഷ്യന്റെ സിരകളെ ശ്രദ്ധിപ്പിക്കുന്ന ഏതോ ഒരു അത്ഭുത ലോകത്തിലേക്ക് എന്ന പോലെ അവന്റെ തലച്ചോറിനെ നാശമാക്കുന്ന വിധത്തിലേക്ക് വികസിപ്പിച്ച് കഴിഞ്ഞു. ഈ വലിയ ദുരന്തം നമ്മുടെ ഭവനങ്ങളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അനേക കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതം താറുമാറായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും ഈ വിഷയം സംബന്ധമായിരിക്കുന്ന എല്ലാവിധമായ അറിവുകളും ഉണ്ട് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നു. എന്തുകൊണ്ടാണ് ഇന്നത്തെ തലമുറയ്ക്ക് ഈ വിധമുള്ള മൂല്യച്യുതി വന്നു പറ്റിയത്? പഴമക്കാരൊക്കെ നമ്മുടെ ജീവിതങ്ങളിൽ കുടുംബങ്ങളിലുള്ളവര് അവർ കൂടി വന്നാൽ ഒരു പുകവലിക്കും, അല്പം മുറുക്കും, അതിനപ്പുറത്ത് വേണമെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഏതെങ്കിലും വിശേഷ ദിവസങ്ങളിൽ അല്പമായി മദ്യപിക്കുക മാത്രമാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നത്തെ തലമുറ വന്നപ്പോൾ ദിവസത്തിന്റെ 24 മണിക്കൂറും മദ്യത്തിലും മയക്കുമരുന്നിലും അങ്ങനെയുള്ളതായിരിക്കുന്ന ധാർമ്മികതയുടെ വേഷമണിഞ്ഞ് ജീവിക്കുന്ന ഒരു തലമുറയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. വളരെ പരിതാപകരമായിരിക്കുന്ന ഒരു ജീവിതാനുഭവമാണ് ഇത്. വിശുദ്ധ ബൈബിളിൽ ഇതുപോലെ ഇത് സംഭവിക്കുന്ന ഈ കാലഘട്ടത്തെ കുറിച്ച് ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞതായിരിക്കുന്ന ചില വാക്കുകളുണ്ട്. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: അപ്പനെ ശപിക്കുകയും അമ്മയെ അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ. ശരിയല്ലേ ഇത്? മാതാപിതാക്കളെ അനുസരിക്കുന്ന ഒരു തലമുറയല്ല ഇത്. അവരുടെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഉപദേശകന്മാരെന്ന് പറയുന്നത് കൂട്ടുകാരാണ്. കൂട്ടുകാർ പറയുന്നതാണ് വേദവാക്യം. അവർ പറയുന്നത് പോലെ മാത്രമേ അവർ പോവുകയുള്ളൂ. വസ്ത്രധാരണം, ജീവിത രീതികൾ, പഠന രീതികൾ എന്നുവേണ്ട സാമൂഹ്യമായ ബന്ധങ്ങൾ, മാതാപിതാക്കളുടെ ബന്ധങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് കൂട്ടുകാരാണ്. അവരുടെ മറ്റൊരു വിശേഷത ബൈബിൾ ഇങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്: തങ്ങൾക്ക് തന്നെ നിർമ്മലരായി തോന്നുന്നവരും അശുദ്ധി കഴുകിക്കളയാത്തവരുമായ ഒരു തലമുറ. ഇന്നത്തെ ബാലിക ബാലന്മാരോട്, കലാലയങ്ങളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ 100 കൂട്ടം ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് മാതാപിതാക്കൾ പറയുന്ന എല്ലാ ഉപദേശങ്ങളെയും അവർ തകർന്നു മരിച്ച് അംഗീകരിക്കാത്ത ഒരു തലമുറയായിട്ട് തീർന്നിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലവണ്ണം അറിവുള്ളതാണെന്ന് എനിക്ക് തികച്ചും ബോധ്യമുണ്ട്. ഇത് സംബന്ധിച്ച് ചില കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതായിരിക്കുന്ന ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. ഞാൻ അതിങ്ങനെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 1992 ബാഴ്സലോണയിൽ ലോകത്തിലെ കായികമേള എന്നറിയപ്പെടുന്ന ഒളിമ്പിക്സ് മത്സരങ്ങൾ നടക്കുകയാണ്. അന്നത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആയിരിക്കുന്നത് ബ്രിട്ടീഷ് കായിക താരമായിരിക്കുന്ന ഡർക്ക് റേമണ്ട് എന്ന് പറയുന്ന കായിക താരമാണ്. നല്ല ആരോഗ്യപ്രദനായിരിക്കുന്ന ആ യുവാവ് 400-ൽ സ്വർണ്ണപ്പതക്കം നേടുവാനുള്ളതായിരിക്കുന്ന വലിയ തയ്യാറെടുപ്പുകൾ നടത്തി ആ മനോഹരമായ നിമിഷത്തിന് വേണ്ടി കാതോർത്ത് അധ്വാനിച്ച് ജീവിക്കുന്ന, പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കുന്ന ഒരു കായിക താരമായിരുന്നു. 400-ന്റെ വിളി വന്നപ്പോൾ താൻ ഇറങ്ങി
കാണികളെല്ലാം വളരെ ആവേശഭരിതരായി. ബ്രിട്ടീഷ് കായിക താരം ഒളിമ്പിക്സിൽ സ്വർണം നേടുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തുന്ന ഒരു സംഗതിയാണ്. ഓട്ടം ആരംഭിച്ചു. ഏതാണ്ട് 250 മീറ്റർ പിന്നിട്ട് കഴിഞ്ഞു. ഇനി വളരെ കുറച്ച് ദൂരം മാത്രമേ ഓടുവാനുള്ളൂ. ഈ ഡെർക്കിന്റെ കാൽഞരമ്പുകൾ വരിഞ്ഞു മുറുക്കി. താൻ പിടച്ച് താഴെ വീണു. മുന്നോട്ട് ഒരടി പോലും വെക്കുവാൻ കഴിയാതെ വണ്ണം താൻ നിലത്ത് കിടന്ന് പിടഞ്ഞുപോയി. ഇനി കുറച്ചു ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആ ഓട്ടം ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പ്, ആ സ്വർണ്ണ പതക്കം തന്റെ കഴുത്തിൽ അണിയുന്ന നിമിഷത്തിന് മുമ്പ് തന്റെ ഓട്ടത്തിന് അവസാനം വന്നു. താന് സടകുടഞ്ഞ് എഴുന്നേൽക്കുവാൻ ശ്രമിച്ചു. തന്റെ ആരോഗ്യം മുഴുവൻ വീണ്ടെടുക്കുവാൻ ആരംഭിച്ചു. നടന്നില്ല. കായിക താരങ്ങളെ ശുശ്രൂഷിക്കുന്ന ഡോക്ടേഴ്സും മറ്റുള്ളവരും ഓടി വന്നു, സ്ട്രക്ചറുമായി വന്നു. നടന്നില്ല. ആ സ്വപ്നം സഫലമാക്കുവാൻ സാധിച്ചില്ല. അപ്പോൾ അന്നകലെ കാണികളിൽ നിന്ന് ആരോഗ്യത്തിലടക്കാത്തന്നായിരിക്കുന്ന ഒരു മധ്യവയസ്സൻ അതാ ചാടി ഓടി വരികയാണ്. അവിടെ ഉള്ളതായിരിക്കുന്ന സെക്യൂരിറ്റികളൊക്കെ തന്നെ തടഞ്ഞു. ആ സെക്യൂരിറ്റികളെ തള്ളി മാറ്റിക്കൊണ്ട് നേരെ ഡെർക്കിന്റെ അടുത്ത് ചെന്നു. അത് മറ്റാരുമായിരുന്നില്ല, ഡെർക്കിന്റെ പിതാവായിരിക്കുന്ന ജിം എന്ന് പറയുന്ന ആളായിരുന്നു. ഡെർക്കിനോട് അദ്ദേഹം പറഞ്ഞു, മകനെ, ഇനി നീ ഓടണ്ട, ഇവിടെ വെച്ച് മതിയാക്കാം. ഇല്ല, എനിക്കിത് ഫിനിഷ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചോടാം. ആ ഉത്തേജകമായിരിക്കുന്ന വാക്കിന്റെ അടിസ്ഥാനത്തിൽ ഡെർക്ക് തന്റെ പിതാവായ ജിമ്മിന്റെ തോളിലേക്ക് തന്റെ കൈകൾ വെച്ചുകൊണ്ട് അവർ രണ്ടുപേരും കൊണ്ട് നടന്നു പോകുവാൻ കുറെ ഉടന്തിയും ഓടിയും നടന്നുമൊക്കെ ആ ഫിനിഷിംഗ് പോയിന്റിൽ അവരെത്തി. ആ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയപ്പോൾ ആ ബാഴ്സലോണ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്ന സകല കാണികളും ഒന്നടങ്കം എഴുന്നേറ്റ് ഹർഷാരാവത്തോടുകൂടെ ആ മനോഹരമായ നിമിഷം ആസ്വദിച്ചു. ഞാൻ ഈ കാര്യം നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് മനോഹരമായിരിക്കുന്ന നിലവാരത്തിൽ ഇതിനേക്കാൾ ഭംഗിയായ അവതരണത്തോടുകൂടെ വായിപ്പാൻ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് ഓർത്താൽ, ഇന്നത്തെ തലമുറ, ഇന്നത്തെ കുഞ്ഞുങ്ങൾ, ഇന്നത്തെ യുവാക്കന്മാർ തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവരെ സ്നേഹിക്കുന്ന, അവർ വീണുപോയ വഴികളിൽ അവരെ താങ്ങിയെടുക്കുന്നതിന് വേണ്ടി അവരോട് സ്നേഹം കാണിക്കുന്ന, അവരോട് ദയ കാണിക്കുന്ന ഒരു പിതാവ് ഉണ്ട്, ഒരു ദൈവമുണ്ട്. അവൻ നിങ്ങളെ സഹായിക്കും എന്ന് പറയുവാൻ വേണ്ടിയാണ്. വേദപുസ്തകത്തിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇതിനേക്കാൾ മനോഹരമായിരിക്കുന്ന രംഗം ചിത്രീകരിച്ചിട്ടുണ്ട്. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. അതിലൊരുവൻ തന്റെ അപ്പനോട് തനിക്ക് ആവശ്യമായിരുന്ന തന്റെ സ്വത്തുകൾ മുഴുവനും വാങ്ങിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് അവൻ പരദേശ പ്രയാണം നടത്തി. അവന്റെ വസ്തുവകൾ മുഴുവനും അവൻ നാനാവിധമാക്കി കളഞ്ഞു. ദുർനടപ്പുകാരനായിട്ട് അവിടെ ജീവിച്ചു. ഒടുവിൽ അവൻ എത്തിയത് ആ ദേശത്തിലെ ഒരു പൗരന്റെ അടുത്താണ്. അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് അവനൊരു ജോലി ചോദിച്ചു. അദ്ദേഹം ഒരു ജോലി കൊടുത്തു. ആ ജോലി എന്ന് പറയുന്നത് പന്നികളെ തീറ്റുന്ന ജോലിയായിരുന്നു. അവൻ ആഹാരമൊന്നുമില്ല, അവന് താമസമൊന്നുമില്ല, അവന് കുടിപ്പാൻ വെള്ളമില്ല. അവൻ വളരെ സങ്കടപ്പെട്ട ദിനരാത്രങ്ങൾ കഴിഞ്ഞു. അവന്റെ അപ്പന്റെ വീടിനെ കുറിച്ച് അവൻ ഓർത്തു. അവൻ പറയുന്നത് ഇങ്ങനെയാണ് വിശുദ്ധ ബൈബിളിൽ, എന്റെ അപ്പന്റെ വേലക്കാർ എത്രയോ മനോഹരമായി, എത്രയോ സന്തോഷമായി ജീവിക്കുന്നു, ഞാനോ ഇവിടെ കിടന്ന് നശിച്ചു പോകും. ഈ ബോധ്യം അവന്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ അവൻ ചെയ്ത ഒരു കാര്യമുണ്ട്. ഞാൻ എഴുന്നേൽക്കും, ഞാൻ തിരികെ പോകും, ഞാൻ അപ്പന്റെ അടുത്തേക്ക് പോകും, ഞാൻ അപ്പനോട് ഒരു കാര്യം പറയും. ആ കാര്യം ഇങ്ങനെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ അർഹനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തരെ പോലെ എന്നെ ആക്കണമേ. മനോഹരമായിരിക്കുന്ന ഈ തീരുമാനം അവന്റെ ഹൃദയത്തിൽ അങ്കുരിച്ച മാത്രമേ
അവന്റെ ജീവിതത്തിന് ഒരു പുതിയ അർത്ഥവും പുതിയ വ്യാഖ്യാനവും അവന്റെ ജീവിതത്തിലുണ്ടായി. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. അവന്റെ കൂലിക്കാരോട്, അവന്റെ ജോലി തന്ന ആളോടൊന്നും പറഞ്ഞതായിട്ടൊന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. അവൻ നേരെ അവന്റെ അപ്പന്റെ ഭവനത്തെ ആക്കാക്കി ലക്ഷ്യമാക്കിക്കൊണ്ട് അവൻ നടപ്പ് ആരംഭിച്ചു. നമുക്കറിയാം, പുരാതന കാലത്തെ മനുഷ്യരുടെ ജീവിതയാത്രകളൊക്കെ നമുക്കറിയാവുന്നതാണ്. പൗരാണിക ലോകത്തെ കുറിച്ച് നാം വായിച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ, ആ പിതാവ് ഈ മകൻ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കി രാപാർത്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അത് വളരെ ആശ്ചര്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. പൗരാണിക ലോകത്തെ മനുഷ്യർ തങ്ങളുടെ വീട്ടിൽ നിന്നൊരു മകനോ തങ്ങളിൽ നിന്നൊരു വേലക്കാരനോ വീട് വിട്ടുപോയാൽ അവന് തിരിച്ചു വരുവാൻ അവകാശമില്ല. അഥവാ വന്നാൽ മരണമാണ് അവർക്ക് വെച്ചിരിക്കുന്നത്. അടുത്തുള്ള കാരാഗ്രഹത്തിലേക്ക് അവനെ പിടിച്ചിടും. ഏറ്റവും കുറഞ്ഞ ശിക്ഷ അത് മാത്രമാണ്. എന്നാൽ ഈ മകൻ മടങ്ങി വരുന്നു നോക്കി സ്നേഹവാനായിരിക്കുന്ന ഒരു ദൈവം, ഒരു പിതാവ് അവനെ കാത്തുകാത്തിരിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൂരത്ത് നിന്ന് ഈ മകൻ വരുന്നത് ആ പിതാവ് കണ്ടിട്ട്. സ്നേഹിത, ഒന്ന് ശ്രദ്ധിക്കണമേ. ദൂരത്ത് നിന്ന് ഈ മകൻ വരുന്നതായിരിക്കുന്ന കാഴ്ച ആ പിതാവ് കണ്ടിട്ട് ആ പിതാവ് ഓടിച്ചെന്ന് അവന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. അക്ഷരാർത്ഥത്തിൽ നാം സ്തബ്ധരായി പോകുന്ന, വാക്കുകളില്ലാതായി പോകുന്ന, വികാരനിർഭരമായിരിക്കുന്ന ഒരു നിമിഷമാണ്. ഈ സ്നേഹവാനായ പിതാവ് നഷ്ടപ്പെട്ടു പോയ തന്റെ മകനെ ആലിംഗനം ചെയ്യുന്നതായിരിക്കുന്ന ആ സ്നേഹത്തിന്റെ അമൂർത്തമായിരിക്കുന്ന മുഹൂർത്തം. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? ബൈബിളുള്ളവരെടുത്തൊന്ന് വായിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം. ആ മകനെ വീട്ടകത്തേക്ക് കൊണ്ടുവരിക. വേലക്കാരെ, ബാല്യക്കാരെ വിളിച്ച് ഇവന് വസ്ത്രം കൊണ്ടുവരാൻ പറയുന്നു. ഇവന്റെ കാലിൽ ചെരുപ്പിടുവാൻ പറയുന്നു. മോതിരം കൊണ്ടുവരാൻ പറയുന്നു. ഇവന്റെ കൈക്ക് മോതിരമണിയിക്കാൻ പറയുന്നു. മാത്രമല്ല, കൂടെയുള്ളതായിരിക്കുന്ന ബാല്യക്കാരോട് പറയുന്നു, വേഗം തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് ഇവന് വേണ്ടി അറപ്പിക്കും. ഞാൻ ആ ഭാഗം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് ഓർക്കുന്നത്: ഈ കാളക്കുട്ടി ജനിച്ച ദിവസം മുതൽ ഈ പിതാവ് ഈ മകൻ വരുന്നത് വരെ അതിന് വെള്ളവും അതിന് ആഹാരവും ഫലപുഷ്ടമായ രീതിയിൽ കൊടുത്ത് അതിനെ കൊഴുപ്പിച്ച് അതിനെ മിടുക്കാക്കി അതിനെ നല്ല ആരോഗ്യമുള്ളതാക്കി എന്റെ മകൻ ഒരു ദിവസം മടങ്ങി വരും, അവന് വേണ്ടി ഞാൻ ഈ കാളക്കുട്ടിയെ അറക്കുമെന്ന് ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ഒരു സ്നേഹവാനായ ഒരു പിതാവിനെ അവിടെ കാണുവാനായിട്ട് സാധിക്കും. അവർ അവിടെ ബൈബിൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവർ ആനന്ദിച്ച് തുടങ്ങി. അവസാനിച്ചിട്ടില്ല കേട്ടോ ജീവിതം. മദ്യത്തിന്റെ പിന്നാലെ പോകുന്ന സ്നേഹിത, മയക്കുമരുന്നിൽ ആശ്രയിക്കുന്ന പ്രിയ യൗവനക്കാര, പ്രിയ കുഞ്ഞ്, നിങ്ങളുടെ ജീവിതം ഈ പന്നിയോട് കൂടെയുള്ള ജീവിതമാണെങ്കിൽ, നിങ്ങളുടെ ജീവിതം ഇന്ന് അവസാനിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, പാപമാകുന്ന മഹാപ്രളയത്തിനകത്ത് നിങ്ങളുടെ ജീവിതം ആകപ്പാടെ നഷ്ടപ്പെട്ടു പോയെങ്കിൽ, ഇനിയൊരു തിരിച്ചു വരവില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്കിതാ ഒരു സുവർണമായ അവസരം. നിങ്ങൾക്കിതാ ശാശ്വതമായിരിക്കുന്ന ഭവനത്തിലേക്ക് മടങ്ങി വരുവാനുള്ള ഒരവസരം. നിങ്ങളെ തേടി ഒരു പിതാവ് കാത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി അവൻ ഒരു കാളയെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ വരുന്ന ദിവസം ആസ്വദിക്കുവാൻ, ആഘോഷിക്കുവാൻ അവൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എവിടെയാണ് ഈ കാത്തിരിപ്പ് കാണുവാൻ കഴിയുന്നത്? ഞാനിങ്ങനെ പറഞ്ഞ ഭാഗം അവസാനിപ്പിക്കട്ടെ. 2024 വർഷങ്ങൾക്ക് മുമ്പ് ഗോൽഗോഥ എന്ന് പറയുന്ന കാൽവരിക്കുന്നിന്മേൽ ഒരു മനുഷ്യൻ, ഒരു യഥാർത്ഥ മനുഷ്യൻ, സർവലോകത്തിന്റെ പാപം ചുമന്നുകൊണ്ട്, മനുഷ്യന്റെ മുഴുവനും തെറ്റുകൾ ഏറ്റെടുത്തുകൊണ്ട്, മനുഷ്യന്റെ മുഴുവൻ പാപവും ഏറ്റെടുത്തുകൊണ്ട്, പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഒരുത്തൻ എനിക്കായി നിങ്ങൾക്കായി കാൽവരിയിലെ ക്രൂശിൽ തൂങ്ങി മരിച്ചു. ഭൂമിയെ ഉണ്ടാക്കിയവൻ,
ആകാശത്തിലെ നക്ഷത്രങ്ങൾക്ക് പേരിട്ടവൻ, സകലത്തെയും തന്റെ ഉള്ളം കയ്യിൽ വരിച്ചവൻ, സകലത്തെയും നിയന്ത്രിക്കുന്ന, സകലത്തിന്റെയും ഉടയവനും മനുഷ്യന്റെ രക്ഷിതാവുമായ കർത്താവായ യേശുക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ ഈ നഷ്ടപ്പെട്ടു പോയ മക്കളെ തേടി ഇവരെ തിരിച്ചുവരവിന് വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിച്ച് നിങ്ങൾക്ക് പകരമായി നിൽക്കുന്ന കാഴ്ച ഈ വയ്യ സമയത്ത് നിങ്ങളുടെ ഉൾത്തളത്തിലേക്ക് വന്നിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. പാപികളായ മനുഷ്യർക്ക് വേണ്ടി പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടി എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്ന എന്റെയും നിങ്ങളുടെയും പിതാക്കന്മാരെ പോലെ അപ്പന്മാരെ പോലെ ഒരുപക്ഷെ അതിനേക്കാളൊക്കെ 1000-10,000 മടങ്ങ് ഉന്നതമായി ഉത്തമമായി ആർദ്രമായി സ്നേഹിക്കുന്ന ഒരു ദൈവം മടങ്ങി വരുമോ? ഈ യേശുവിന്റെ അടുത്തേക്ക് മടങ്ങി വരുവാൻ സാധിക്കുമോ? പാപങ്ങളെ ഏറ്റുപറയുവാൻ കഴിയുമോ? ഇന്ന് വൈകുന്നേരത്ത് നിങ്ങൾ മദ്യത്തിൽ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ, മയക്കുമരുന്ന് നിങ്ങളെ ശരണമാകുന്നുണ്ടെങ്കിൽ, രാസലഹരി നിങ്ങളെ സന്തോഷമാകുന്നുണ്ടെങ്കിൽ, സ്നേഹിത അതിനേക്കാൾ പത്തരമായിട്ടുള്ള, അതിനേക്കാൾ സുന്ദരമായിട്ടുള്ള, അതിനേക്കാൾ ആഹ്ലാദം തരുന്ന ജീവിതത്തെ പൂർണ്ണ ലഹരിയിലും സന്തോഷത്തിലും ആനന്ദത്തിലും ആക്കി തീർക്കുന്ന ഈ സ്നേഹവാനായ ദൈവം തമ്പുരാന്റെ അടുത്തേക്ക്, നസ്രേനായ യേശുവിന്റെ അടുത്തേക്ക് നിങ്ങൾ കടന്നു വരിക. ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രമാണ്, ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. അതിതാണ് ഞാനൊരു പാപിയാണെന്നുള്ള കുറ്റസമ്മതം. അത് അവന്റെ പാദങ്ങളിൽ ഏറ്റുപറയുന്നതായിരിക്കുന്ന ഹൃദയത്തിന്റെ തേങ്ങലുകൾ. അവനോട് സകല പാപവും ക്ഷമിച്ചു തരണമെന്നുള്ള അപേക്ഷ. ഒരു മകനായിട്ടല്ലെങ്കിലും അങ്ങയുടെ ഭവനത്തിലെ ഒരു വേലക്കാരനായി തന്നെ കൈക്കൊള്ളണമേ എന്ന് നാം മുടിയൻ പുത്രൻ എന്ന് വിളിക്കുന്ന മകൻ ആവശ്യപ്പെട്ടതുപോലെ നിങ്ങളുടെ ജീവിതം ആ സ്നേഹവാനായ ദൈവത്തിന്റെ സന്നിധിയിൽ സമ്പൂർണമായി സമർപ്പിക്കുന്നുവെങ്കിൽ ഒരു ധന്യ ജീവിതം നിങ്ങൾക്കുണ്ടാകും, യാതൊരു സംശയമില്ല. അല്ല, ഇത് വെറും കടങ്കഥയാണ്, ഇത് പ്രയോജനമില്ലാത്തതാണ്, ഇതിന് യാതൊരു അർത്ഥവുമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഇതിനെ പുറകാല് കൊണ്ട് തെറ്റുകയാണെങ്കിൽ, സ്നേഹിത, ചൂട പോലെ കത്തുന്ന ഒരു ദിവസം വരും. അന്ന് സകല അഹങ്കാരികളും സകല ദുഷ്പ്രവൃത്തിക്കാളും താഴ്ന്നിരയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കുകയില്ല എന്ന് ദൈവം അരുളി ചെയ്യുന്നു. ദൈവത്തിന്റെ സത്യസുവിശേഷം തിരസ്കരിച്ചാൽ, ദൈവത്തിന്റെ രക്ഷാമാർഗം തിരസ്കരിച്ചാൽ നിങ്ങൾ വലിയ നാശത്തിലേക്ക്, വലിയ ദുഃഖത്തിലേക്ക്, വലിയ നിരക്കുവാൻ പറ്റാത്തവണ്ണമുള്ള ഭയാനകമായ അനുഭവത്തിലേക്ക് നിങ്ങൾ കടന്നു വരും. എന്നാൽ യേശുവിനെ ഹൃദയത്തിന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുകയാണെങ്കിൽ ജീവിതം അനുഗ്രഹപൂർണമായി തീരും, സന്തോഷമുള്ളതായി തീരും. ജീവിതം തന്നെ ഒരു ലഹരിയായി തീരും, അനേകർക്ക് അനുഗ്രഹമായി തീരും. ഞങ്ങളെ ശ്രദ്ധിച്ച ഈ പ്രിയ ദേശത്തിലെ പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഈ വൈകിയ സമയം നിങ്ങൾ കേട്ട വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, നിങ്ങളുടെ തലമുറകൾക്ക്, മാതാപിതാക്കന്മാർക്ക്, സഹോദരങ്ങൾക്ക്, ചുറ്റുപാടും പാർക്കുന്നതായിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി ആഘോഷിക്കുവാൻ കാത്തിരിക്കുന്ന ഒരു വലിയ ദൈവം സ്വർഗത്തിലുണ്ട്. നിങ്ങൾ അവന്റെ അടുത്തേക്ക് മടങ്ങി ചെല്ലുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.